നമ്മന്റെ കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് കർക്കിടകം 1-ാം തീയതി. കർക്കിടകം 1-ാം തീയതിയുടെ നല്ലൊരു സുപ്രഭാതം. രാവിലെ 5 മണിക്ക് നമ്മളുടെ നാരായണീയ കുടുംബത്തിലെ അല്ലെങ്കിൽ സത്സംഗ കുടുംബത്തിലെ അമ്മമാരെല്ലാവരും 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്ത് രാമനെ, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ നമ്മളുടെ കുടുംബത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയകമലത്തിലേക്കും ആവാഹിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം തന്നെ ഇങ്ങനെ ഈ ലോകം തന്നെ രാമരാജ്യമായി തീരണേ എന്ന പ്രാർത്ഥനയോടുകൂടി ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജീവിതയാത്രയെ അനുസന്ധാനം ചെയ്തുകൊണ്ട് രാമായണ മഹാകാവ്യം പാരായണം ചെയ്ത് രാമായണത്തിലെ ഓരോ സന്ദർഭവും നമ്മളുടെ ജീവിത ധർമ്മത്തെ ഏത് രീതിയിലാണോ പരിവർത്തനം ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ സാക്ഷാത്കാരത്തിന് നമ്മളെ സഹായിക്കുന്നത് എന്ന ലക്ഷ്യത്തോടു കൂടി നിത്യ ഉപാസന ആരംഭിക്കുകയാണ്. നിത്യേന രാവിലെ 5 മണിക്ക് രാമായണം പാരായണം ചെയ്തുകൊണ്ട് നമ്മളുടെ ഹൃദയകമലത്തെ രാമരാജ്യമാക്കി മാറ്റിക്കൊണ്ട് നാം സ്വയം രാമതത്വം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മളത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഒരു ഉപാസനയാക്കി ഒരു രാമായണ മാസം ആചരിക്കുക. ഈ രാമായണ മാസം അതായത് കർക്കിടകത്തിൽ മാത്രം മതിയോ രാമായണം? പോരാ എന്ന് നാം എപ്പോഴും അസന്ദിഗ്ധമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഓരോ സത്കർമ്മങ്ങളും സദ്വിചാരങ്ങളും നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ. നമ്മളുടെ ജീവിതം ധർമാനുസൃതമായിട്ട് നമുക്ക് നയിക്കുവാൻ രാമന്റെ ആ യാത്രയിൽ കൂടി തന്നെ നമ്മളെ ഉദ്ബോധിപ്പിക്കാൻ രാമായണ തത്വം നമ്മളെ എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളത് ഈ രാമായണത്തിൽ കൂടി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ രാമായണ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ ഈ സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി രാമായണ പാരായണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. നമുക്ക് നമ്മളുടെ പ്രവൃത്തിയിൽ കൂടി തന്നെ നമ്മളുടെ മനസ്സിലെ സദ്വിചാരങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ശ്രമിക്കാം. രാമായണ പാരായണം ആരംഭിക്കാം. രാമായണ പാരായണത്തിന് മുമ്പായിട്ട് നമുക്ക് ഗാനശ്ലോകങ്ങൾ ചൊല്ലി രാമായണ പാരായണം ആരംഭിക്കാം. ഓം ഹരിശ്രീ ഗണപതേ നമഃ.
വിഘ്നമസ്തു. ശ്രീഗുരുഭ്യോ നമഃ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാരദാ ശാരദാം ഭോജവദനാ വദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. യാ കുന്ദേന്ദുതുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മാച്യുതശങ്കര പ്രഭൃതിഭിർദേവൈः സദാ വന്ദിതാ സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹാ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സുഗന്ധം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യവത്മേഷു രവിസ്വരൂപം വന്ദേ തുഞ്ചത്താചാര്യവര്യം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. രാമം ദശരഥാന്വയമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കവീഷമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഈ ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീഗുരുഭ്യോ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം. അധ്യാത്മരാമായണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ
നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഹൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ. ഇടയ്ക്ക് ഒരു സംശയം. ഞാൻ എവിടം വരെയാണ് പാരായണം ചെയ്യേണ്ടത്? ഓരോ ദിവസവും പാരായണം ചെയ്യേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾ നമ്മുടെ ഉഷ ടീച്ചറാണ് നിശ്ചയിക്കുന്നത്. അതിനനുസരിച്ച് ഓരോ ദിവസവും അത് ഗ്രൂപ്പിൽ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാരായണം ചെയ്യുന്ന ബുക്കില് ശ്ലോകസംഖ്യ അത് അടയാളപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് എനിക്ക് ഇന്നിങ്ങനെ ഒരു സംശയം ഉണ്ടായത്. അത് ഉഷ ടീച്ചർ പറയും. ഓരോ ദിവസവും ഓരോ ദിവസവും സാമാന്യേന 2 അല്ലെങ്കിൽ 3 പേർക്കാണ് ഈ നിത്യോപാസനയിൽ ഓൺലൈനായിട്ട് പാരായണം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്. ബാക്കിയുള്ള നമ്മളുടെ നാരായണീയ കുടുംബത്തിലെ ബാക്കി എല്ലാ അംഗങ്ങളും ആ സമയത്ത് ഇവരുടെ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് ലക്ഷ്മി ഭഗവതിയെ കുടുംബത്തിൽ ആവാഹിച്ച് ഹൃദയത്തിൽ രാമനാമത്തോടു കൂടി രാമായണം പാരായണം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് തുടക്കം എന്നോട് വേണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ ഹരിശ്രീ കുറിക്കുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് പാരായണം ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന ഭാഗം പറയും. അതുപോലെ തന്നെ ബാക്കി ആരെല്ലാമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് എന്നുള്ളതും കൂടി സൂചിപ്പിക്കുന്നുണ്ടാകും. അവർക്ക് പാരായണം ചെയ്യുന്നതായിട്ടുള്ള ഭാഗങ്ങളും നമുക്ക് നിർദ്ദേശം നൽകും. ഹരിയോം. ഹരിയോം തിരുമേനി. തിരുമേനിക്ക് 1 മുതൽ 104 വരെയുള്ള ശ്ലോകങ്ങളാണ്. അത് ഉമാമഹേശ്വര സംവാദം വരെ. അതിനുശേഷം 105 മുതൽ 296 വരെ അനിത കൃഷ്ണകുമാറാണ് പാരായണം ചെയ്യുന്നത്. പിന്നെ 297 മുതൽ 377 വരെയുള്ള ശ്ലോകങ്ങള് ഞാനാണ് പാരായണം ചെയ്യാൻ വിചാരിച്ചത്. ബുക്കുകളിൽ ശ്ലോക സംഖ്യയില് അതിന്റെ ക്രമത്തിൽ ചില വ്യത്യാസങ്ങൾ വരും. ആ സമയത്ത് അത് അവിടെ നിന്ന് ഒരു ടീച്ചറുടെ ഇടപെടലുണ്ടാകും. അത് നിത്യ പാരായണ ആ ഉപാസനയില് ഇതെല്ലാവരും മനസ്സിൽ വന്ന് സൂക്ഷിക്കുക. തുടർന്ന് ആരംഭിക്കുക. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാണിയിടുക നാരദമെന്നുടെ നാവു തന്മേൽ, വാണിമാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ, നാണമിന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്കേണാങ്കാനനേ യഥാ കാനനേ ദിഗംബരൻ. വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ, വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരോ വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ, വിഷ്ണുതൻ മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ.
രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവീശ്വരൻ മാമകേ മനസി വാണിടുവാൻ വന്നിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരായി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരസാപാദികൾ ആദൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മങ്ങളാർക്കുചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദന സ്വാഹാപതി പരതൻ പിതൃപതി നിരതി ജലപതി സരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാം പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ. അഗ്രജന്മമ സദാം വിദുഷാമഗ്രേസരൻ മൻഗുരുനാഥനനൈകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തിൽ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക വണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധമിജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം ദുഗ്ധാബ്ധി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഹരേ രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണത്തിന്റെ തുടക്കത്തിലെ തന്നെ ഞാൻ എത്രയോ നിസ്സാരനാണ്, എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എന്റെ ഗുരുഭൂതന്മാരുടെ എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹത്തോടും കൂടി മാത്രമാണ് എനിക്ക് ഒരു ചെറുവിരൽ പോലും ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സർവം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് രാമായണത്തിന്റെ ആരംഭമാണ് ചെയ്യുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്ന ആളുകൾ, ഇന്ന് പാരായണം ചെയ്യുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള ആളുകൾ മുൻപ് ഇതിൽ പറഞ്ഞ മാതിരി പാരായണം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു ആളും ജീവിതത്തിൽ എപ്പോഴും ശ്രീരാമചന്ദ്ര സ്വാമിയുടെ സ്മരണകൾ ജീവിതത്തെ ധന്യമാക്കട്ടെ. ജീവിതം രാമക്ഷേത്രമായിട്ട്, ഹൃദയം ഒരു രാമക്ഷേത്രമായിട്ട് മനസ്സ് എപ്പോഴും അയോധ്യയായിട്ട് ആ മഹാലക്ഷ്മി സമേതനായിട്ടുള്ള ശ്രീരാമചന്ദ്ര സ്വാമിയെ നമുക്ക് എപ്പോഴും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാം. നമ്മുടെ ജീവിത യാത്ര ഭഗവത് സ്മരണകൾ ഉണർത്തുന്ന ഭക്തായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. കുറച്ച് കുറവാണോ? ശബ്ദം കുറച്ച് കുറവാണോ? കേൾക്കാം അതിരുമേ? ഹരി ഓം. എന്താ ഉഷ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് അനിത, കഴിച്ചോളൂ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം സിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭക്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ, സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകാവാസ സർവേശ്വര മഹേശ്വര, സർവശങ്കര ശരണാഗത ജനപ്രിയ, സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷാപരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസ ഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗത്പതേ. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു. ഞാനിതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തീരണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു. ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു.
ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവ തത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം, ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ, അദ്വയനാദ്യൻ അജയൻ അവ്യയനാത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ, മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാ തമസ്സംവൃതമാകമൂലം. സീതാരാഘവമരുൾസൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ, കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി, ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യ അഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥൻ, മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും ഏകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗത്ശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. നിർമ്മല മണില സൽക്കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിരുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാം മാറുഭക്ത്യാ വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗത് പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു. കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു, സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി, നിന്നിലുമെന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ. നിർമ്മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷം ഇവൻ ഏതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ, ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ, ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ. ഹനുമാന തത്വോപദേശം. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്ത പ്രവര, കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം, സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം, സന്മയം ശാന്തം പരാത്മാനം സദാനന്ദം, ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം, സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം, സർവദം സർവാധാരം സർവദേവതാമയം, നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വം ഇനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ. താൻ മൂലപ്രകൃതിയായതെടോ, എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാൻ ഇവ സൃഷ്ടിക്കുന്നു. തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. തത്സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തത്സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും
ആമിഷഭോജികളെ വധിപ്പാനായി കൊണ്ട് വിശ്വാമിത്രനോടും കൂടി എഴുന്നള്ളിയ കാലം വൃദ്ധയായി അടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൾപ്പുക്കു തടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും അടക്കി വമ്പോടയോധ്യയും പുക്കു 12 സംവത്സരമിരുന്നു സുഖത്തോടെ താനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവു കൈകേയിയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുകം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോദ്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ ഉക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കല ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകരുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ, മായയാ പൊന്മാനായി വന്നോരു മാരിജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാ മാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു. മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടഥ മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു. ദക്ഷിണ ജലധിയിൽ സേതു ബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശത്രുതേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ എന്ന അഭിഷേകവും ചെയ്തു. പാവഗന്ധങ്ങൾ മറഞ്ഞിരുന്നെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ. യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയൻ ഏകനാനന്ദാത്മകനാത്മാ രാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത്ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും. നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി. കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവനോടുര ചെയ്തു.
പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ. തേജോരൂപിണിയാകും എന്നുടെ മായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ, കണ്ടാലും അതുപോലെ. സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്ത്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യ കാരുണ്യത്താൽ. മദ്ഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മദ്ഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതെടോ. പരമമുപദേശമില്ലിതിന്മീതയൊന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം. സാക്ഷാത് ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം. സർവവേദാന്ത സാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ. മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു പിന്നീടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗത്പതേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ. പന്നക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലയല്ലോ. നിർണയം അതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാത് ശ്രീനാരായണൻ തൻ മാഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർക്കർത്ഥവുമുണ്ടായി വരാ. കിമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ. കിം ദൈവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രീ കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു. വേദാവ് ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതമരുൾ ചെയ്തിതു രാമായണം. വാത്മീകി പുനരിരുപത്തുനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്തിയർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണമെന്ന പേരിതിന് ഇതമധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിയോ. ഇന്നത്തെ നമ്മുടെ ഈ പാരായണം നമുക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ തൃപ്പാദങ്ങളിൽ ഭക്തി ആദരപൂർവം സമർപ്പിക്കാം. ഇത് ഇന്ന് നമ്മൾ ഈ തുടങ്ങി വെച്ച ഈ രാമായണ പാരായണം അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് പൂർണ്ണമാക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ അനുഗ്രഹങ്ങള് എല്ലാം ഇതും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി മാത്രം സാധിക്കുന്ന സംഗതിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ സന്തോഷവും കുറച്ചൊരു അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട്. നമ്മുടെ ഇത്രയും പുലർച്ചെ ഇത്രയും ആളുകളെ നമ്മൾ ചേരുന്നു. ഇതൊക്കെ ഒരു മഹാഭാഗ്യല്ലേ. ഹരി ഓം. അനിത, ഇന്ന് വായിച്ച ഭാഗത്ത് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഹരി ഓം. വളരെ സന്തോഷം. ഞാൻ പറഞ്ഞ പോലെ ഇത്രയും വെളുപ്പിനെ എണീറ്റ് ഇത്രയും സജ്ജനങ്ങള് വിളിച്ചൊരുങ്ങി ഭഗവാന്റെ ആ ദീപം തെളിയിച്ച് ഇങ്ങനെ വന്നിരിക്കാൻ സാധിച്ചത് അത് നമുക്കുള്ള അനുഗ്രഹമാണ്. വായിച്ച ഭാഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും ധനവും സമൃദ്ധിയും പുത്രന്മാരും പുത്രകളത്രാദി സൗഖ്യത്തോടെ ഭക്തിയും സിദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. അതിൽ പരം എന്ത് വേണം? അപ്പോ ഈ രാമായണം ഭക്തിപൂർവം വായിച്ച് ആ മുക്തിപദത്തിലേക്ക് എത്താൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ രാമായണ പാരായണം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പിന്നെ ഹരിയോ. അപ്പോൾ ഇന്ന് നല്ലൊരു തുടക്കമായി. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും ഇത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ആ സാമീപ്യം തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഓരോ അനുഭവങ്ങളുമാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. ഇത്ര അനവധി അമ്മമാര് ഈ രാവിലെ ഇത്ര വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ ഒരേ മനസ്സോടുകൂടി ഈ ഒരു എന്താ പറയുക ഇന്റർനെറ്റിന്റെ മാധ്യമത്തിൽ കൂടി ഇങ്ങനെ ഒത്തൊരുമിച്ച് ചേരുന്നു എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഈശ്വരന്റെ അനുഗ്രഹം തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല. ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമ്മളുടെ ഈ ജീവിതയാത്ര, രാമന്റെ അയനം, അത് നമ്മളുടെ യാത്ര തന്നെയാണ്. ഒരു മനുഷ്യനായി പിറന്ന് അവന്റെ ജീവിത സാക്ഷാത്കാരം ഏതെല്ലാം തലങ്ങളിൽ കൂടിയാണ് പൂർത്തിയാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കണ്ണാടിയാണ് ഈ രാമായണ കഥാസാരം തന്നെ. ഇത് കേവലം കഥയായിട്ട് നമുക്ക് വായിച്ചു പോകേണ്ട ഒരു വസ്തുവല്ല. ജീവിതത്തിൽ നമുക്ക് അനുസന്ധാനം ചെയ്യേണ്ടതായിട്ടുള്ള, ഇതിൽ നിന്നും നാം പലതും സ്വാംശീകരിച്ച് നമ്മളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രചോദനമാണ് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത്. നമ്മളുടെ
കുടുംബത്തിൽ നിന്ന് തന്നെ ആധ്യാത്മിക ചിന്തകളെ വളർത്തിക്കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ഒരു സാമൂഹിക കർത്തവ്യവും കൂടിയാണ് നമ്മളുടെ ഈ പ്രയത്നങ്ങളെല്ലാം തന്നെ. അതിന് ഈശ്വരാനുഗ്രഹം എപ്പോഴും ഉണ്ട്, ഇനി അങ്ങോട്ടും എപ്പോഴും ഉണ്ടാകട്ടെ. ഇതിനെല്ലാം നമ്മളെ പ്രാപ്തരാക്കുന്ന ഗുരുപരമ്പരകൾക്ക്, നമ്മളുടെ അച്ഛനമ്മമാർക്ക്, നമ്മളുടെ ബന്ധുമിത്രാദികൾക്ക്, അതുപോലെ സമൂഹത്തിൽ നമ്മളെ ഏതെങ്കിലും വിധത്തിൽ നിരൂപണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ശകാരിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം വിധത്തിലാണെങ്കിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ശത്രുക്കൾ എന്നുള്ള ഒരു ഭാവം നമ്മളുടെ മനസ്സിൽ ഇല്ല, അത് വരാൻ പാടില്ല. ഏതെങ്കിലും വിധത്തിലെല്ലാം നമ്മളെ തളർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളെ പൂർവാധികം ശക്തിമത്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഈശ്വരന്റെ ഒരു അനുഗ്രഹം മാത്രമായിട്ടാണ് നമുക്കതിനെ ദർശിക്കേണ്ടതുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈശ്വരന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വരന്റെ സാമീപ്യം സ്വയം അനുഭവിച്ചറിയാൻ ഉള്ള ഒരു സബരിയാകട്ടെ നമ്മളുടെ ഈ കർമ്മങ്ങളെല്ലാം തന്നെ. അത് ധർമ്മത്തിലേക്ക് എത്തിക്കാൻ, രാമരാജ്യത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്കെപ്പോഴും അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ സബരിയ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. സർവേ സുഖിന സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.